അത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത്. പാർവതി പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു നടി പാർവതി എന്ന് പറഞ്ഞാൽ. പിന്നെ നടി എന്താ സെൻസ് എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള നടി തന്നെയാണ്. കരിയടുത്തൊന്നും ഉള്ളൊഴിക്കുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു പുള്ളിക്കാരിയുടെ. പക്ഷെ എന്നാലും പണ്ടത്തെ എൻ്റെ ഒരു ക്രഷായിരുന്നു ഈ പറഞ്ഞ പാർവതി എന്ന് പറഞ്ഞാൽ. പിന്നെ ആ ഒരു ക്രഷിനെ ക്രഷ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ വരെയൊക്കെ വന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർവതിനെ ഇപ്പൊ പാർവതി പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിനകത്താണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മൾ ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ പാർവതി മുന്നേ പറഞ്ഞൊരു സാധനം ഉണ്ടായി, ഈ ഒരു അമ്മ എന്നുള്ള സംഘടന അമ്മ എന്ന് വിളിക്കാൻ പാടില്ല, അതിനെ എ കുത്ത് എം കുത്ത് എ എം എം എ എന്നുള്ള രീതിക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പാർവതി ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതിന് ഒരുമാതിരി അടിച്ചുണ്ടാക്കി കൊടുക്കുന്ന രീതിക്കുള്ള ഒരു സംഭവം ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി അടുത്ത് വന്നിട്ട് ഒരു പ്രസംഗത്തിനകത്ത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്താണ് പുള്ളിക്കാരൻ ഈ ഒരു സംഭവം പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ പാർവതി പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതൊരു ഒരു കൂട്ടായ്മേനെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സർ. എനിക്കത് AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഒരു അസോസിയേഷൻ ആണ്, ഒരു ക്ലബ്ബല്ല, ഒരു കുടുംബമല്ല. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് കേട്ടല്ല, ആരും അതിനെ അമ്മ എന്ന് വിളിക്കരുത്, AMMA എന്ന് മാത്രം വിളിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് പുള്ളിക്കാരിയുടെ ഇഷ്ടം. പുള്ളിക്കാരിക്ക് അതിനെ AMMA അങ്ങനെയാണ് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അങ്ങനെ വിളിച്ചോട്ടേന്ന്. പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെ വിളിക്കരുത് എന്ന് പറയാനായിട്ട് നിങ്ങൾ ആരാണ്? ഇപ്പൊ എന്റെ ഇഷ്ടമാണ്, എനിക്ക് ആ അമ്മ എന്ന് പറഞ്ഞ സംഘടന അമ്മ എന്ന് വിളിക്കണമെന്ന് എന്റെ ഇഷ്ടമാണ്. കാര്യം AMMA എന്നുള്ളതിനെ കൂട്ടി അമ്മ എന്ന് വിളിക്കുന്നതിനകത്ത് എന്താണ് തെറ്റുള്ളത്? അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്നത് നിങ്ങൾ വിളിച്ചോ. നിങ്ങൾ ആരാണ് പറയാൻ ബാക്കിയുള്ളവർ ഇങ്ങനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയാനായിട്ട് നിങ്ങൾ ആരാണ്? അപ്പൊ ആ ഒരു സംഭവത്തിനകത്ത് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പോലെ തോന്നി. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ ഈ സന്തോഷ കൂട്ടായ്മയ്ക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. എനിക്ക് മുമ്പ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം തന്നെ മോഹൻലാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഗ്ദാനം തരുമെന്ന് ഞാൻ മോഹിച്ചുപോയി. പക്ഷെ അത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത്. ഞങ്ങൾ ഇപ്പോഴും മോഹിക്കുന്നു ശ്രീ മോഹൻലാലിൻ്റെയും ഒരുപക്ഷെ 6 മാസം മുമ്പ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തി ജയിപ്പിച്ചെടുത്ത ഒരു സംഘം ഇവിടെ നിന്ന് ഒരു വെറും വാക്ക് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ഒരുപക്ഷെ ഒരു ലോകത്തെ പുതുതായി നമ്മുടെ വീഴ്ചയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെങ്കിൽ ആ ലോകത്തോട് മറുപടി പറയാനുള്ള ഒത്തുചേരലായി നിങ്ങൾ എല്ലാവരും തിരിച്ച് ഇവിടെ വന്ന് ഈ സംഘത്തെ നയിക്കണം എന്നത് ഒരു അപേക്ഷയല്ല, ഒരാജ്ഞയായിട്ട് തന്നെ എടുക്കണമെന്ന് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇതൊരാജ്ഞയാണ്. ഞാൻ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ അവിടെ പ്രസംഗിച്ചത് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്, ഇനി ആരെങ്കിലും ഇത് നോക്കിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന്മാരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇതിന്റെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, കാരണം അതിനുള്ള രംഗം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പുതുതായി ആരെങ്കിലും ഒക്കെ വേണോ? ലാൽ ഇപ്പൊ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരും കൂടി വന്നോട്ടെ. പക്ഷേ ഇതിന് തഴക്കവും പഴക്കവും ചെന്ന ലോകത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ വിരിമാറ് കാട്ടി വിറപ്പിച്ച് നിർത്താൻ കഴിയുന്ന കുറച്ച് ആൾക്കാരും കൂടി ഇതിന്റെ മുൻനിരയിൽ ഉണ്ടാവണം. കുട്ടികളൊക്കെ അത് കണ്ട് പഠിക്കട്ടെ, അവർ പിന്നീട് ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അഭിപ്രായം കേട്ടോ. അതായത് ഇപ്പൊ പലരും പറയാറുണ്ട് ഈ യുവത്വങ്ങൾ കൂടുതലും വരണം ഇതേപോലുള്ള സംഭവത്തിനകത്തേക്ക്. അപ്പൊ അത് വരണം, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇതെന്താണ് ഈ ഒരു സംഘടന, അതേപോലെ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രി എന്നൊക്കെ അറിയാവുന്ന സീനിയർ ആയിട്ടുള്ള ഒരാളും കൂടെ വേണം എന്നാണ് പുള്ളി പറയുന്നത്. അത് പുള്ളിയുടെ അഭിപ്രായം. അത് ഒരു കണക്കിന് ശരി തന്നെ ആയിട്ടാണ് എനിക്കും തോന്നുന്നത്. ഇനി നമുക്ക് ബാക്കിയുണ്ട് നോക്കും. ബാക്കിയാണ് നമ്മുടെ മെയിൻ പോയിന്റ് കിടക്കുന്നത്. ഇന്നത്തെ ഈ സംഘം ചേരലിന് നമുക്ക് ഒരുപാട്, ഇപ്പൊ ലാലു തന്നെ പറഞ്ഞു, മരുന്ന് വാങ്ങാൻ വേണ്ടി ഈ കാശ് മോഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇല്ലാതാവണേ എന്ന്, ഒരു അസുഖവും ആർക്കും വരാതിരിക്കണേ എന്നാണ് ആ പ്രാർത്ഥന. അതിന് പല മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ചില മുദ്രകളായിട്ട് ഇവിടെ ഗെയിംസും സ്പോർട്സും എന്റർടൈൻമെന്റും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പേരിൽ നമുക്ക് സമാഹരിക്കാൻ, നമുക്കല്ല, ഇവിടുത്തെ ഈ ഹാൻഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന ചുണക്കുട്ടന്മാർക്കും കുട്ടികൾക്കും സാധിച്ചിരിക്കുന്നത് 1,62,00,000 രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ഹൃദ്യമായ പ്രവർത്തനം അവർക്ക് സംഘടനയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ സാധിച്ചുവെങ്കിൽ നമ്മളൊക്കെ ആ ഹൃദ്യതയ്ക്ക് കൊടുക്കുന്ന, അതിന് വണങ്ങുന്നതിന് തുല്യമായിരിക്കും. എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം. 1998 ശേഷം ഈ സംഘടനയിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ 3 തവണയാണ് ഇന്നസെന്റ് ഏട്ടൻ വിളിച്ചു പറഞ്ഞ്, ഏഷ്യാനെറ്റിലെ ശ്രീ മാധവൻ വിളിച്ചു പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ വന്ന് എന്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോ പശ്ചാത്താപമൊന്നുമില്ല.
പക്ഷെ മുന്നോട്ടുള്ള വഴിയിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഉണ്ടെന്ന് മാത്രം ഇവിടെ നിന്ന് അറിയിച്ചുകൊണ്ട് എല്ലാം നന്നായിട്ട് മംഗളമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം. നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം. ഒരു അപേക്ഷയും കൂടിയുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്. അവന്മാരെന്ന് പറഞ്ഞെങ്കിലും അവളുമാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കണത്. അപ്പൊ എന്തായാലും ഈ ഒരു നമ്മുടെ പാർവതി പറഞ്ഞതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പാർവതിക്ക് എന്തായാലും ഇതുകൊണ്ട് തൃപ്തിയായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ പാർവതിയുടെ ലീലാവിലാസങ്ങൾ കഴിഞ്ഞിട്ടില്ല. കാര്യം പുള്ളിക്കാരി തന്നെയാണ് ഈ അടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുത്, അതായത് നടന്മാരെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇപ്പൊ ആക്ടേഴ്സ് നല്ലൊരു ആക്ടർ എന്ന് പറയാം, പക്ഷെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായി. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് കേട്ടു നോക്കാം. എന്നിട്ട് പുള്ളിക്കാരുടെ ഡബിൾ സ്റ്റാൻഡ് കാണിച്ചത്. Superstardom doesn't give anything to anybody. What's your take It's on a this waste of term, time. superstar? I don't understand it. അതുകൊണ്ട് ഇപ്പൊ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് എ സൂപ്പർ സ്റ്റാർ മീൻസ്. ഇഫ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത്, ഇമേജ് ആണോ, താരാരാധന മൂത്ത് ഭ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ എന്നെ ഇഫ് കോൾ മീ ലൈക്ക് സൂപ്പർ ആക്ടർ ഐ ബി ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സ്റ്റാർ. Mention 3 super actors in Malayalam. We have Fahad. ഉറങ്ങിയോ? ഇല്ല. I think Asif. Okay. Rima. I would say these 3 at this point. അതിനിടയിൽ റിമാക്കല്ലിങ്കെല്ലാം കേട്ടാൻ മറന്നിട്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും സൂപ്പർ സ്റ്റാർ എന്ന് ആരെയും വിളിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ പാർവതി പറയുന്നത്. കേട്ടല്ല, ഇനി ആരെങ്കിലും സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞ പാർവതിനോട് പറഞ്ഞ് ശരിയാക്കി തരൂട്ടാ കേട്ടാ. അന്ന് അതേസമയം പാർവതി പറയുന്ന അടുത്തൊരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. തരയ്ക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പാർവതിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത്ര ഒരു നിലപാടിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അത്ര ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? See, it's ഒരു long due process ഒന്നും ആയിരുന്നില്ല. I saw her post and I think immediately I felt like sharing it because ഒരു വ്യക്തിക്ക്, അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ, സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാരയ്ക്ക് ഇങ്ങനെയൊരു 3 പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, ഐ നോ ഹർ ബട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഷീ ഈസ് നോട്ട് സമ്മൺ ഹു ഗിവ്സ് ഇൻ്റർവ്യൂസ്, അങ്ങനെ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയില്ല. സോ ഇഫ് സംബഡി ഈസ് റിട്ടൺ 3 പേജിൽ അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ്, അതുകൊണ്ടാണല്ലോ അതിന് ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ഡൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് ടു സപ്പോർട്ട് ഹർ ബിക്കോസ് ദാറ്റ്സ് എ റിയൽ ഇഷ്യൂ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ഐ സപ്പോർട്ട് ഹർ ഇൻ ദാറ്റ്. പക്ഷേ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടാണ് ഫുൾ സപ്പോർട്ട് എന്നൊന്നുമല്ല. ഐ തിങ്ക് എവ്രിബഡി ഹു സപ്പോർട്ട്. അത് പിന്നെ നടിമാരുടെ കേസ് വരുമ്പോഴത്തേക്ക് നടിമാരെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല എന്നാട്ടാ പാർവതി ചേച്ചിയുടെ ഒരു ലൈൻ. നടന്മാരെ മാത്രം വിളിക്കാൻ പാടില്ല. നടന്മാരെ എന്തിനാണ് നിങ്ങൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്? സൂപ്പർ സ്റ്റാർ കൊണ്ട് എന്താണ് തരുന്നത്? താരാധന മൂത്ത് ഭ്രാന്താവല്ലേ? എന്റെ പൊന്നൊരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ? വായെന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതിന് ഒരു ഇത്തിരിയെങ്കിലും ബോധം വേണ്ടേ? അതായത് ഒരു സ്ഥലത്ത് വന്നിട്ട് പറയും ആരും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയും, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വന്നൊരു നടി, നോട്ട് ദ പോയിന്റ്, നടിയാവുമ്പോഴത്തേക്കും, അതൊരു സ്ത്രീ ആവുമ്പോഴത്തേക്കും, അതൊരു നയൻതാര ആവുമ്പോഴത്തേക്കും അപ്പൊ അവരെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കണോണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാം. പക്ഷെ നടന്മാരെ ഒന്നും വിളിക്കരുത്. നടന്മാരെ വിളിക്കുന്ന മറ്റേ ഒരു മീം ഉണ്ടായാലേ അടുത്ത് നടിമാരെ വിളിക്കുമ്പോ മറ്റേ നടന്മാരെ വിളിക്കും, ആ ഒരു ലൈനാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ പാർവതിക്കുള്ളത്. അപ്പൊ എന്തായാലും നല്ല വ്യക്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റിന്റെ ഉടമയാണ് നമ്മളെ WCCയുടെ കൊമ്പത്തിരിക്കുന്ന നമ്മുടെ പാർവതിക്കുള്ളത്. അപ്പൊ പാർവതിക്കുള്ള മറുപടി എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.